സക്കുബായി സായിബാബ ഭക്തയാണ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അപ്പോൾ സായിബാബയെ കാണാൻ വേണ്ടിയിട്ട് ഷിർദിയിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ മകൾക്കും സായിബാബയോടുള്ള ഭക്തി കൊണ്ടാണ് സായിലി എന്ന് പേരിട്ടത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്. अब मैं शिरडी नहीं जाती, ना पेड़ ना हरियाली, सिर्फ दुकान दुकान और इतनी गर्दी कि घंटों लाइन में लगे रहो. 4-5 घंटे लाइन में लगने के बाद जब बाबा थोड़े दिखाई देने लगे और हम उनको कुछ बोलने जाते हैं तो उनके वो होते हैं ना, पुढे जा सरका ലോക്കർ ലോക്കർ. അപ്പോൾ അവിടെ പറയുന്നത് സായിബാബയെ കാണാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഷിർദിയിൽ പോകുന്നതും എന്നാൽ ഇപ്പോൾ പോകുന്നില്ല എന്നതുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പോവാത്തത് എന്നുള്ള ഒരു കാരണം കൂടി ഇവിടെ പറയുന്നുണ്ട്. നോക്കാം എന്താന്ന്. അബുമേ ഷിർദി നെഹിൻ ജാതി, ഇപ്പോൾ ഞാൻ ഷിർദിയിൽ പോകാറേ ഇല്ല. അബുമേ ഷിർദി നെഹിൻ ജാതി, ഇപ്പോൾ ഞാൻ ഷിർദിയിൽ പോകാറേ ഇല്ല. റീസൺ പറയുന്നു, നാ പേഡ് ഹെ നാ ഹരിയാലി ഹെ, അവിടെ ഇപ്പം എന്താണ് അന്നത്തെ പോലെ ആ വൃക്ഷങ്ങളില്ല. നാ ഹരിയാലി ഹെ, അന്നത്തെ ആ പച്ചപ്പില്ല. സിർഫ് ദുക്കാൻ ഹെ, സബ് കഹീ ദുക്കാൻ ഹെ, എല്ലായിടത്തും കുറേ കടകൾ മാത്രമാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്ന പ്രകൃതിയുടെ ഒരു ഭംഗിയൊന്നും ഇപ്പോൾ ഇല്ല. എല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പോൾ അവിടെ കുറേ കച്ചവട മനോഭാവമായിട്ട് കച്ചവടങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. ആ ഇത്തിനി ഗർദി ഹെ, ഭയങ്കര പൊടിയും അഴുക്കും ഭയങ്കര വാഹനങ്ങളുടെ ബഹളവും കടകളും ആളും തിരക്കും ഒക്കെ ആയിട്ട് പണ്ടത്തെ ആ ഒരു ശാന്ത സ്വഭാവം ഇന്ന് അവിടെ ഇല്ല എന്നാണ് സക്കു പറയുന്നത്. ഇത്തിനി ഗർദിക്ക് ഖണ്ഡോം ലൈൻ മേ ലഗേ രഹോ. പിന്നെ ആണെങ്കിലോ മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഖണ്ഡോം വഹാം ലൈൻ മേ ലഗേ രഹനാ പഡ്താ ഹെ, മണിക്കൂറുകളോളം സായിബാബയുടെ ദർശനം ലഭിക്കുന്നതിന് ലൈനിൽ നിൽക്കേണ്ടി വരും, ക്യൂവിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സക്കുവിന് അവിടെ പോയി മടുത്തു. ലൈൻ മേ ഖണ്ഡോം ലഗേ രഹനെ പഠിത്തേ ഥേ, ആ മണിക്കൂറുകളോളം ലൈനിൽ നിൽക്കണം. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല, അവിടെ അത്ര തിരക്കുണ്ടായിരുന്നില്ല, കാണാൻ നല്ല ഭംഗിയായിരുന്നു, ഒരുപാട് ചെടികൾ വൃക്ഷങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ അവസ്ഥയൊക്കെ മാറി. ഇപ്പോൾ എന്താണ്, അവിടെ പച്ചപ്പൊന്നുമില്ല, പകരം ഒരുപാട് കടകളും പൊടിയും പിന്നെ ആണെങ്കിൽ ക്യൂവും ഒക്കെയാണ്. 4-5 घंटे लाइन में लगने के बाद जब ബാബ ധോടെ ദിഖായി ദേനെ ലഗെ, 4-5 മണിക്കൂറൊക്കെ ഒന്ന് ക്യൂ നിന്നാലാണ് ബാബയെ ഒന്ന് ധോടെ ദിഖായി ദേ, ഒരല്പം ഒന്ന് കാണാൻ കിട്ടുക. और हम उनको कुछ बोलने जाते हैं, അപ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും മിണ്ടണ്ടേ. അതുകൊണ്ട് ഞാൻ ജബ് ഉनको देखने का अवसर मिल जाती है, അദ്ദേഹത്തെ കാണാനുള്ള അവസരം കിട്ടുമ്പോൾ मैं कुछ बोलने जाती हूँ, ഞാൻ എന്തെങ്കിലും ഒന്ന് മിണ്ടാനായിട്ട് അടുത്തോട്ട് ചെല്ലും. तो उनके वो होते हैं ना, അപ്പോൾ അവിടെയുള്ള അവരില്ലേ എന്നാണ്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെയുള്ള അവരില്ലേ, അവർ ചാടി വീഴും. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും പുടേജ എന്ന് പറഞ്ഞാൽ ഗോ ഹെഡ് എന്നാണ്, മറാത്തിയാണത്, ആ വരി മറാത്തിയിലാണ്. പുടേജ സർക്കാ എന്ന് വെച്ചാൽ മുന്നോട്ട് നീങ്ങി പോകാനാണ് പറയുന്നത്. സർക്കന എന്ന് പറയുന്നതാണ് തെന്നി നീങ്ങുക എന്നുള്ളത്. അപ്പം മുന്നോട്ട് പോയേ എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഓടി വരും. പുടേജ സർക്കാ, അവിടെ എവിടെയും തള്ളാതെ നിങ്ങൾ മുന്നോട്ട് പോ എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഓടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് സക്കുവിന് നന്നായിട്ട് ഫീൽ ചെയ്തു. അതായത് സായിബാബയുടെ ദർശനം കിട്ടുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. ഇനി കണ്ടു കഴിഞ്ഞാലോ കുറച്ചൊന്ന് സംസാരിക്കാനുള്ള സാവകാശം കിട്ടുന്നില്ല. പണ്ട് അങ്ങനെയായിരുന്നില്ല, എത്ര നേരം വേണമെങ്കിലും സായിബാബയോട് സംസാരിക്കായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, അവിടെ ഭയങ്കര തിരക്കാണ്, സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാനായിട്ടങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സെക്യൂരിറ്റിമാർ ചാടി വന്നിട്ട് പറയും പുടേജ സർക്കാ ലോക്കർ മാറി മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരോടി വരും. अरे क्या पुढे जा सरका, मैं उस दिन से ना पुढे गई ना सरकी. साई बाबा को लाकर घर में बिठा दिया, अब इधर ही मैं बाबा से बात कर लेती हूँ. हाँ, ये बात अलग है कि साई बाबा मेरी सुनती नहीं. ഓ, അവരുടെ ഒരു മുന്നോട്ട് പോ, എനിക്കിനി അവിടെ പോവുകയും വേണ്ട, ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നേ ഇല്ല എന്നാണ് സക്കു പറയുന്നത്. അപ്പോൾ ആ പറഞ്ഞതിനോടുള്ള നീരസം കൊണ്ട്, അതായത് അങ്ങോട്ട് മാറി നീങ്ങി നിൽക്ക് എന്നൊക്കെ സെക്യൂരിറ്റി പറഞ്ഞതിലുള്ള നീരസം കൊണ്ടാണ് ആ ഒരു വരി പറയുന്നത്. എന്താണ്, അരേ ക്യാ പുടേജ സർക്കാ മേ ഉസ് ദിൻ സേ നാ പുടേ ഗയി നാ സർക്കി. അന്ന് തൊട്ട് ഞാനവിടെ തള്ളാനും പോയില്ല ഇടിക്കാനും പോയില്ല, ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. നാ പുടേ ഗയി നാ സർക്കി, സായി ബാബ को लाकर घर में बिठा दिया. സായി ബാബയെ തന്നെ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു, ഞാൻ എൻ്റെ വീട്ടിലിരുത്തി.
അതായത് സായിബാബയെ കാണാൻ അങ്ങോട്ട് പോക്ക് ഞാനങ്ങ് നിർത്തി, പകരം എന്ത് ചെയ്തു, സായിബാബയെ ഞാനിങ്ങ് വീട്ടിൽ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, സായിബാബയുടെ ഒരു മൂർത്തി കൊണ്ടുവന്ന് വീട്ടിൽ വച്ചു, അവിടെ വെച്ച് പൂജ തുടങ്ങിയെന്നാണ്. അപ്പോൾ സായിബാബാക്കോ ലാക്കർ ഘർ മേ ബിഠാ ദിയ. അപ്പോൾ സായിബാബയുടെ ഒരു കുഞ്ഞു മൂർത്തി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു, ഉസെ വഹാം ബിഠാ ദിയ, എൻ്റെ വീട്ടിൽ തന്നെ ഇരുത്തി. അബ് ഇധർ ഹി മേ ബാബാ സെ ബാത് കർ ലെത്തി ഹൂം. ഇനി എനിക്ക് ആരെയും പേടിക്കാതെ, ആരുടെയും നിയന്ത്രണം ഇല്ലാതെ ജിത്നാ ചാഹെ മേ ഉൻസെ ബാത് കർ സക്തി ഹൂം, എനിക്ക് ഇഷ്ടമുള്ളത്രയും എനിക്കിനി സായിബാബയോട് സംസാരിക്കാം. ഇധർ ഹി ബാബാ സെ ബാത് കർ സക്തി, ഇവിടെ തന്നെ എനിക്ക് എത്ര വേണമെങ്കിലും സായിബാബയോട് ഇനി എനിക്ക് സംസാരിക്കാം. ഹാ ഏ ബാത്ത് അലഗ് ഹെ കി സായിബാബ മേരി സുൻതി നഹി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന ഒന്നും സായിബാബ കേൾക്കാറില്ല. മുൻപാണെങ്കിൽ ഞാൻ അങ്ങോട്ട് നിന്ന് പറയുന്നതൊക്കെ അദ്ദേഹം കേൾക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വ്യത്യാസമുണ്ട്. മേ ബോൾത്തി രഹത്തി ഹൂँ സായിബാബ മേരി സുൻതി നഹി ഹെ. അപ്പോൾ ഞാൻ സംസാരിക്കും, സായിബാബ എന്നോട് തിരിച്ച് റിപ്ലൈ ചെയ്യാറില്ല എന്നാണ് അവിടെ പറയുന്നത്. അതായത് മേ ബോൾത്തി രഹത്തി ഹൂँ ലേക്കിൻ ഹാ വേ മേരി സുൻതി ഹെ ലേക്കിൻ കുച്ച് മുझसे ബോൾത്തി നഹി ഹെ. എന്നോട് അദ്ദേഹം ഒന്നും പറയാറില്ല. പ്രതിമയല്ലേ. അപ്പോൾ അതാണ് സായിബാബയുടെ വിശേഷം. അപ്പോൾ വീണ്ടും സക്കു തൻ്റെ ഡെയിലി തിരക്കുകളിലേക്ക് വരികയാണ്. തബ് ടെലിഫോൺ കി ഘണ്ടി ബജതി ഹെ. അപ്പോഴാണ് ടെലിഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നത്. സക്കുബായ് ഖബർ ലോ ഹമാരി സുനോ സായി ബാബ വാല ഭജൻ ഗാത്തെ ഗാത്തെ ഫോൺ ഉഠാക്കർ ഗൽത്തി സെ ഹലോ സായി ബാബ ബോൽത്തി ഹെ. അപ്പോൾ സക്കുബായിയുടെ മൈൻഡിൽ ഇപ്പോഴും സക്കുബായിയുടെ മനസ്സിൽ ഇപ്പോഴും സായിബാബയുടെ ചിന്തകളാണ്. അപ്പോൾ ഫോൺ ബെല്ലടിച്ചപ്പോഴും സക്കുബായി എന്ത് ചെയ്യാണ്, ആ ഭജൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സക്കുബായി ഇപ്പോഴും സായിബാബയുടെ ഭജൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഖബർലോ ഹമാരി സുൻലോ സായി ബാബ, അങ്ങനെയുള്ള ആ ഒരു ഭജൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോയി ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ സക്കുബായി ഒരു ഭജൻ ചൊല്ലുന്നുണ്ട്. എന്താണ്, ഖബർലോ ഹമാരി സുന്നോ സായി ബാബ എന്നുള്ള ഭജൻ ചൊല്ലിക്കൊണ്ട് പോയ ആ റിസീവർ എടുത്തു. ഭജൻ ഗാത്തെ ഗാത്തെ ഫോൺ ഉടായ. അപ്പോൾ ഭജൻ ചൊല്ലിയാണ് ഫോൺ എടുത്തത്. ഫോൺ എടുത്തിട്ട് ഗൽത്തി സേ ബൈ മിസ്റ്റേക്ക് ഹലോ സായി ബാബ എന്ന് പറയുന്നു. അവിടെ ഒരു ഫണ്ണി എലമെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് അവിടെ കേട്ടോ. അതായത് സക്കുബായിയുടെ മനസ്സിൽ സായിബാബയെക്കുറിച്ചുള്ള വിചാരം മാത്രമായിരുന്നു. ആ സമയത്ത് വന്ന ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ അറിയാതെ ഫോണിൽ എന്താ പറയുന്നത്, ഹലോ സായി ബാബ എന്ന് പറഞ്ഞു പോയതാണ്. ഗൽത്തി സേ ബോൽത്തി ഹെ, തെറ്റി പറഞ്ഞു പോകുന്നതാണ് സക്കുബായ്. ഹലോ സായി ബാബ, സോറി മേ സക്കുബായ് ബോൽത്തി ഹൂँ. ഞാൻ സക്കുബായി ആണ്, സോറി എന്ന് പറയുന്നു, തിരുത്തി പറയുന്നു. हाँ नमस्ते मैडम, अच्छा मैडम, ये तो मैं कुछ नहीं बोल सकती मैडम, मेम साहब तो बाहर गई है, वो साहब का नया नंबर मेरे पास नहीं है, मैं नहीं बता सकती गुस्से में. आप इस तरह की बात मुझसे मत पूछा करो, तुम फ़ोन रखो मैं रखती हूँ. അപ്പോൾ ഫോണിൽ ഏതോ ഒരു സ്ത്രീയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവരോടാണ് സക്കുബായി അബദ്ധത്തിൽ ഹലോ സായിബാബ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് സോറി മാഡം എന്ന് പറയുന്നു. എന്നിട്ട് ഹാ നമസ്തേ മാഡം മേ സക്കുബായി ബോൾത്തി ഹൂँ, ഞാൻ സക്കുബായി ആണ്, നമസ്തേ മാഡം. പിന്നെ ഓക്കെ അച്ഛാ മാഡം, ഓക്കെ മാഡം എന്ന് പറയുന്നു. അതായത് അവിടുന്ന് പറയുന്നതിൻ്റെ റിപ്ലൈ ആയിട്ട് പറയുന്ന മാത്രമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അച്ഛാ മാഡം, ശരി മാഡം. യെത്തോ മേ കുച്ച് നഹി ബോൾ സക്തി മാഡം. അപ്പോൾ അവിടുന്ന് ചോദിച്ച എന്തോ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് സക്കുബായി പറയാണ്, എനിക്ക് അതേക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല മാഡം. മേം സാഹബ് തോ ബാഹർ ഗയി ഹെ, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഇവിടുത്തെ മേം സാഹബ് അതായത് പൂജ അല്ലേ, മേം സാഹബ് പുറത്തു പോയിരിക്കുകയാണ്. ഓ സാഹബ് കാ നയാ നമ്പർ മേരെ പാസ് നഹി ഹെ, പിന്നെ ഇവിടുത്തെ സാറിൻ്റെ പുതിയ നമ്പർ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അവിടുന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടി മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് ഇവിടുത്തെ മേം സാഹബ് എവിടെ പോയെന്ന് അവർ ചോദിച്ചിട്ടുണ്ടാവും, ഇവിടുത്തെ സാറിൻ്റെ പുതിയ മൊബൈൽ നമ്പർ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ടാണ് പറയുന്നത് ഓ സാഹബ് കാ നയാ നമ്പർ മേരെ പാസ് നഹി ഹെ, മേ നഹി ബതാ സക്തി. പിന്നെ സക്കുബായിക്ക് ദേഷ്യം വന്നിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവർ വീണ്ടും എന്തോ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് സക്കുബായിക്ക് ദേഷ്യം വരുന്നത്. ഗുസ്സേ മേ ബോൽത്തി ഹെ, ദേഷ്യപ്പെട്ടുകൊണ്ട് സക്കുബായി പറയുന്നു, എനിക്ക് അറിയില്ല, എനിക്ക് പറയാനറിയില്ല. ആപ് ഇസ് തരഹ് കി ബാത് മുझसे മത് പൂछा കരോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്. തും ഫോൺ രഖോ മേ രഖ്തി ഹൂँ, നിങ്ങൾ ഫോൺ വെക്കൂ ഞാനും വെക്കുകയാണ് എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെട്ട് ഫോൺ വെക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സക്കുബായി ആദ്യം അവരോട് വളരെ മാന്യമായി സംസാരിക്കുന്നു. അപ്പോൾ അവിടുന്ന് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള എന്തൊക്കെയോ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം സക്കുബായി ക്ഷമയോടെ സംസാരിക്കുന്നു, പിന്നെ ദേഷ്യം വന്നിട്ട് നിങ്ങൾ ഫോൺ വെക്കൂ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ വിളിച്ച ലേഡി ആരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ വിളിച്ചവർ ചോദിച്ചേക്കുന്ന ആരെയാണ്, അവിടുത്തെ മേം സാബ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവിടുത്തെ സാറിൻ്റെ പുതിയ നമ്പർ കൊടുക്കാവോ എന്നൊക്കെയാണ് അവർ ചോദിച്ചത്.
ഫോൺ രഖ് ദേത്തി ഹെ. ഫോൺ വെക്കുകയാണ് സക്കുബായി. എന്നിട്ട് സക്കുബായി നമ്മളോട് പറയുന്നു, ये वही चुड़ैल है जिसने मेरे साहब को फंसा रखा था. बस क्या बताऊं साहब ही क्या, आजकल हर घर में यही आग लगी हुई है. और परिणाम ये साहब के ऑफिस में काम करती है. साहब मेरे वो बनाते हैं, वो टीवी में आता है ना, साड़ी का पल्लू लहराकर कुंवर अजय साड़ी के विज्ञापन की नकल करती है. कुंवर अजय साड़ी नंबर 1, कुंवर अजय साड़ी नंबर 2, ये कुंवर बनती है और मेरे साहब अजय. हुआ ये जैसे ही मेम साहब बाहर जाती है, इस चुड़ैल का फ़ोन आ जाता है. साहब घंटों तक उससे फ़ोन पर बातें करते रहते हैं. അപ്പോൾ സക്കുബായി പറയാണ്, ഏ വഹി ചുടൈൽ ഹേ. അപ്പോൾ ആ ഫോൺ ചെയ്ത സ്ത്രീയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടാണ് സക്കു പറയുന്നത്. എന്താണ്? ചുടൈൽ ഹേ ബുരി ഔരത്ത് ഹേ എന്നാണ്. ഓ ചുടൈൽ ഹേ ബുരി ഔരത്ത് ഹേ ജിസ്നെ മേരെ സാഹബ് കോ ഫസാ രഖാ ഹേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജിസ്നെ മേരെ സാഹബ് കോ ഫസാ രഖാ ഹേ, എൻ്റെ സാഹബിനെ, അതായത് ഇവിടുത്തെ സാറിനെ ഫസാ രഖാ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? വളച്ചിരിക്കുന്നു എന്നാണ്. അതായത് അപ്നി ജാൽമേം ഫസാക്കർ രഖാ ഹേ. അപ്പോൾ ഒരു അൺവാണ്ടഡ് റിലേഷൻ അവർ തമ്മിലുണ്ട് എന്നാണ് സക്കുബായി പറയുന്നത്. വിളിച്ച സ്ത്രീയും ഇവിടുത്തെ സാറും തമ്മിൽ ഒരു മോശം ബന്ധമുണ്ട് എന്നാണ് സക്കു പറയുന്നത്. മേരെ സാഹബ് കോ ഫസാക്കർ രഖാ ഹേ. ബസ് ക്യാ ബത്താവും, അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? സാഹബ് ഹി ക്യാ ആജ്കൽ ഹർ ഘർ മേ ഹി ആഗ് ലഗി ഹുയി ഹേ. ഇവിടുത്തെ സാറ് മാത്രമല്ല, ആജ്കൽ ഹർ ഘർ മേ ഹി ഹാലത്ത് ഹേ. ഇന്ന് എല്ലാ വീട്ടിലും ഇതാണ് അവസ്ഥ. ഓർ ഉസ്കാ പരിണാം, അതിൻ്റെ ഫലം എന്താണെന്ന് ഇവർ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പോൾ ഇതാണ് അവസ്ഥ. എല്ലാവർക്കും മറ്റൊരു അഫെയർ ഉണ്ടാകാറുണ്ട് എന്നാണ് സക്കു പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സാറിന് ഇവിടുത്തെ മാഡം അറിയാതെ മറ്റൊരു സ്ത്രീയുമായിട്ട് റിലേഷൻ ഉണ്ട്. അവരാണ് ഈ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സക്കുവിന് ദേഷ്യം വരുന്നത്. ഏ സാഹബ് കെ ഓഫീസ് മേം കാം കർത്തി ഹെ. ഇവർ സാഹബിൻ്റെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. സാഹബ് മേരെ വോ ബനാത്തെ ഹെ, വോ ടി വി മേം ആത്താ ഹെ നാ. എൻ്റെ സാറിൻ്റെ ജോലി എന്താണെന്നറിയാമോ? ഓ ബനാത്തെ ഹെ, അത് ഉണ്ടാക്കാറുണ്ട്. ഏതാണ്? ആ ടി വിയിൽ വരാറില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആഡ് ചെയ്യുന്ന ആളാണ്. ഈ ഇവിടുത്തെ സാഹബ് സക്കുബായിയുടെ വീട്ടിലെ ഹൗസ് ഓണർ, വീട്ടിൻ്റെ ഓണർ എന്താണ്? പരസ്യങ്ങൾ ചെയ്യുന്ന ആളാണ്, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആഡുകൾ ഉണ്ടാക്കുന്ന, ചാനലുകൾക്ക് വേണ്ടിയിട്ട് ആഡുകൾ ഉണ്ടാക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ടി വി മേ മാത്താ ഹെന, ടി വിയിൽ വരുന്ന ആ പരസ്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യാറുണ്ട്. എന്നിട്ടൊരു സാരിയുടെ പരസ്യം സക്കു അഭിനയിച്ച് കാണിക്കുകയാണ്. ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ആഡ് അഭിനയിച്ച് കാണിക്കുകയാണ്. സാഡി കാ പല്ലു ലഹരാക്കർ, സാരിയുടെ പല്ലു ഇങ്ങനെ വിരിച്ചിട്ട് കുവർ അജയ് സാഡി കെ വിജ്ഞാപൻ കി നക്കൽ കർത്തി ഹെ. കുവർ അജയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, സാരിയുടെ ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരസ്യം ഇവർ അനുകരിച്ച് കാണിക്കുകയാണ്. ആ പരസ്യത്തിലെ സ്ത്രീ എങ്ങനെയാണ് സാരിയൊക്കെ വിടർത്തി ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്ന് കാണിച്ചു തരികയാണ്. കുവർ അജയ് സാഡി നമ്പർ 1, കുവർ അജയ് സാഡി നമ്പർ 2. അപ്പോൾ ആ ശരിക്കുള്ള പരസ്യവും ടി വിയിലെ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ടി വിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരു പരസ്യം തന്നെയാണിത്, കുവർ അജയ് സാരിയുടെ. അപ്പോൾ അതായത് 3-4 സ്ത്രീകൾ ഇങ്ങനെ മാറി മാറി വന്ന് ഓരോ സാരി ഇങ്ങനെ വിടർത്തിയിട്ട് റാമ്പിൽ നടക്കുന്ന പോലെ പോകും. ഒരാൾ പോകുമ്പോൾ രണ്ടാമത്തെ ആൾ വരും. അപ്പോൾ ഓരോ സ്ത്രീകളും ഓരോ സാരി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, വ്യത്യസ്തമായ ഡിസൈനുകളിലുള്ള. അപ്പോൾ അങ്ങനെ എൻ്റെ സാർ ഇങ്ങനെ ആഡുകൾ ഉണ്ടാക്കാറുണ്ടെന്നാണ് സക്കു പറയുന്നത്. അപ്പോൾ കുവർ അജയ് സാഡി നമ്പർ 1, കുവർ അജയ് സാഡി നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് സ്ത്രീ വരും. അപ്പോൾ അങ്ങനെ പരസ്യം സക്കു അഭിനയിച്ച് കാണിക്കുന്നു. ഏ കുവർ ബൻതി ഹെ ഓർ മേരെ സാഹബ് അജയ്. അപ്പോൾ ഇവർ കുവർ ബൻതി ഹെ ഓർ മേരെ സാഹബ്, കുവർ അജയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമാണ്. അപ്പോൾ ഇവർ ചേർന്നിട്ടാണ് ആ പരസ്യം എല്ലാം കൂടി ചെയ്യുന്നത്. ഹുവാ യേ ജैसे ही മേം സാഹബ് ബാഹർ ജാതി ഹെ ഇസ് ചുടൈൽ കാ ഫോൺ ആ ജാത്ത. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ജैसे ही മേം സാഹബ് ബാഹർ ജാതി ഹെ, ഇവിടുത്തെ മാഡം പുറത്ത് പോകുന്നതും ഇസ് ചുടൈൽ കാ ഫോൺ ആ ജാത്ത ഹെ, ഈ സ്ത്രീയുടെ നമ്പർ എന്ന് കോൾ വരും. ഇവിടുത്തെ മാഡം പുറത്ത് പോയാൽ ഉടനെ ആ ലേഡിയുടെ ഫോൺ വരും. സാഹബ് ഘണ്ടോ തക്ക് ഉസ്സെ ഫോൺ पर बातें करते रहते हैं. ഇവിടുത്തെ സാറാണെങ്കിലോ മണിക്കൂറുകളോളമാണ് ആ സ്ത്രീയോട് ഫോണിൽ സംസാരിക്കുന്നത്. ഘണ്ടോ തക്ക്, മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അവർ ജैसे ही मैं कमरे में जाती तो, ഇനി അവർ മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആ മുറിയിലേക്ക് ചെന്നാൽ തോ തുരന്ത്, തുരന്ത് എന്ന് പറഞ്ഞാൽ ജൽദ് ഹി, പെട്ടെന്നെന്നാണ്. അപ്പോൾ ഞാൻ ആ റൂമിലേക്ക് ചെന്നാൽ എന്താണ് സംഭവിക്കുന്നത്?
തുരന്ത് അംഗ്രേസി മേ ബാത് കർണ ശുരു. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ മുന്നിൽ എന്തും പറയാമല്ലോ എന്ന് വെച്ചിട്ടാകും ഞാൻ ആ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സാറും ആ ലേഡിയും തമ്മിൽ ഇംഗ്ലീഷിൽ മാത്രമാണ് സംസാരിക്കുക. അതായത് അവർ പറയുന്നത് ഞാൻ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി അവർ ലാംഗ്വേജ് മാറ്റി പെട്ടെന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് യെസ് യെസ് നോ നോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് സക്കു പറയുന്നത്. ഫിർ മുझे ജൽദി കിസി ബഹാനെ സെ ബാഹർ ഭേജ് ദേത്തെ ഹെ. എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും നമ്പർ ഇട്ട് എന്നെ പുറത്തേക്ക് പറഞ്ഞു വിടും. കിസി ബഹാനെ എന്തെങ്കിലും ഒരു സൂത്രത്തിൽ തന്ത്രത്തിൽ മുझे ബാഹർ ഭേജ് ദേത്തെ ഹെ, എന്നെ പുറത്തേക്ക് പറഞ്ഞു വിടും. മേ സബ് സമജ്തി, എനിക്കെല്ലാം മനസ്സിലാകും, ഇതൊക്കെ അവരുടെ സൂത്രമാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകും. ഹം അൻപഡ് ഹേ തോ ക്യാ ഹുവാ അക്ൽ നഹി ഹേ ക്യാ. ഞങ്ങൾ പഠിപ്പില്ലാത്തവരാണ്, ഒക്കെ ശരിയാണ്, പക്ഷെ എന്താ ഞങ്ങൾക്ക് ബുദ്ധിയില്ലേ. ഹം അൻപഡ് ഹേ, അൻപഡ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്തവരാണ് ഞങ്ങൾ. തോ ക്യാ അക്ൽ നഹി ഹേ, അക്ൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി. അപ്പോൾ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിലും ഞങ്ങളെന്താ ബുദ്ധിയില്ലാത്തവരല്ലല്ലോ, ഞങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ, ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകുമല്ലോ, എനിക്കിതൊക്കെ കണ്ടാൽ മനസ്സിലാകുമല്ലോ. ഷാം കോ മേം സാഹബ് ആക്കർ പുച്തീം. അങ്ങനെ അവർ പകൽ മുഴുവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഇവിടുത്തെ മേം സാബ് തിരിച്ചു വരും. ആർ പുച്തി, എന്നിട്ട് ചോദിക്കും ക്യാ ബാത് ഹെ സക്കുബായ് ദിൻമേ മേ ഫോൺ കർ രഹി ഥി മിൽ ഹി നഹി രഹാ ഥാ. എന്താണ് സക്കുബായ്, ഞാൻ പകൽ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചിരുന്നല്ലോ, കോള് കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ എന്ന് മാഡം ചോദിക്കും. അതായത് ഫോൺ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും ഡേ ടൈം. അപ്പോൾ മാഡം വിളിക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ അവിടുത്തെ മാഡം വിളിക്കുമ്പോൾ ഫോണിൽ കിട്ടില്ല, കാര്യം ഇദ്ദേഹവും ആ സ്ത്രീയും തമ്മിൽ ഫോണിൽ സംഭാഷണമായിരിക്കുമല്ലോ എന്ന്. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ മാഡം തിരിച്ചു വന്നിട്ട് മുझसे पूछती है, എന്നോടാണ് ചോദിക്കുക ക്യാ ഹുവാ സക്കുബായ് മേ സുബഹ സെ ഫോൺ കർത്തി രഹി ലേക്കിൻ മിൽ നഹീം രഹാ ഥാ, കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കും. ഉടനെ സാഹബ് തുരന്ത് ഉത്തർ ദേത്തെ, സാറാണ് അതിന് മറുപടി പറയുക. ബോൾത്തെ നോ നോ പൂജ ഫോൺ തോ ഖാലി ഥാ ഷായദ് ലൈൻ ബിഗഡ് ഗയി ഹോഗി. അപ്പോൾ എന്തു പറയും, നോ നോ പൂജ ഫോൺ തോ ഖാലി ഥാ. അപ്പോൾ സാറാണ് അതിന് മറുപടി പറയാം, നോ നോ പൂജ ഫോൺ തോ ഖാലി ഥാ, ഇല്ല പൂജ ഫോണൊക്കെ ഫ്രീ ആയിരുന്നു, ബിസി ആയിരുന്നില്ല. ഷായദ് ലൈൻ ബിഗഡ് ഗയി ഹോഗി, ലൈൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കും, അല്ലാതെ ഇവിടെ എൻഗേജ്ഡ് ഒന്നും ആയിരുന്നില്ല, ലൈൻ പ്രശ്നമായിരിക്കും എന്നാണ് സാർ ഉടനെ മാഡത്തോട് മറുപടി പറയാം. മേരിക്കോ മാലൂം കോൻസി ലൈൻ ബിഗഡ് ഗയി ഹേ. അപ്പോൾ സക്കുവിൻ്റെ മറുപടിയാണ് ഇതിന്. എന്താണ്, ഇവിടുത്തെ ഏത് ലൈനാണ് കംപ്ലൈൻ്റ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് സക്കു പറയുന്നു. മേരേക്കോ മാലൂം കോൻസി ലൈൻ ബിഗഡ് ഗയി ഹേ, ഇവിടുത്തെ ഏത് ലൈനാണ് പ്രശ്നം എന്നൊക്കെ എനിക്കറിയാം. യെ സുൻകർ മേം സാബ് ചുപ്പ് ഹോ ജാത്തി. അപ്പോൾ അദ്ദേഹം അത് പറയുന്ന സമയത്ത് സക്കു അതിലൊന്നും ഇടപെടില്ല, മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കും. എന്നിട്ട് മനസ്സിലിങ്ങനെ പറയും, എന്താണ്, യഹാം കോൻസി ലൈൻ ബിഗഡ് ഗയി ഹേ മുझे മാലൂം ഹേ, ഇവിടുത്തെ ഏത് ലൈനാണ് കംപ്ലൈൻറ്റ്, ഇവിടുത്തെ എല്ലാ ചുറ്റിക്കളികളും ഞാൻ അറിയുന്നുണ്ട് എന്ന് സക്കു മനസ്സിൽ പറയും. അത് കേൾക്കുമ്പോൾ മേം ചുപ്പ് ഹോ ജാത്തി. അപ്പോൾ സാറ് പറയുന്നതിൽ കൺവിൻസ്ഡ് ആവും മാഡം. അവരത് കേട്ട് മിണ്ടാതെ നിൽക്കും. മേം ഭി ചുപ്പ് രഹത്തി, ഞാനും പിന്നൊന്നും മിണ്ടാൻ പോവില്ല. കാം തോ കുച്ച് ബോൽ കെ ഘർ മേ ക്ലേഷ് ഡാൽനെ കാ കായ്ക്കോ. കായ്ക്കോ എന്ന് പറഞ്ഞാൽ കിസ്കോ എന്നാണ്. എന്തിനാണ് വെറുതെ ഞാനിതൊക്കെ വീട്ടിൽ പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. കായ്ക്കോ കുച്ച് ബോൽ കെ ഘർ മേ ക്ലേഷ് ഡാൽനേക്ക. ക്ലേഷ് ഡാൽന എന്ന് പറഞ്ഞാൽ മുസീബത്ത് മേ ഡാൽന. ഇവിടെ ഞാൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് ഇവിടെ ഒരു പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി ഞാനൊന്നും മിണ്ടാറില്ല. ഏക് ബാർ സാഹബ് കോ ഇധർ ഹഡ്ഡി മേ കുച്ച് ഹോ ഗയാ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സാറിന് ഹഡ്ഡി എന്ന് പറയുന്നത് നട്ടെല്ലാണ്, അപ്പോൾ ബാക്ക് ബോൺ എന്തോ ഒരു കംപ്ലൈൻറ്റ് സാറിനുണ്ടായി. एक बार साहब को इधर हड्डी में कुछ हो गया, क्या बोलते हैं, हाँ സ്ലിപ്പിംഗ് ഡിഷ് എന്ന് പറയുന്നത് ഡിസ്ക് സ്ലിപ്പാവുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഡിസ്ക് കംപ്ലൈൻ്റ് ആയി സാറ് സുഖമില്ലാതെ കിടക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിനെയാണ് സക്കുവിൻ്റെ ഭാഷയിൽ സ്ലിപ്പിംഗ് ഡിഷ് എന്ന് പറയുന്നത്. ഡിസ്കിനെയാണ് സക്കു ഡിഷ് എന്ന് പറയുന്നത്. സ്ലിപ്പിംഗ് ഡിഷ് ഹോ ഗയാ ഥാ, അദ്ദേഹത്തിന് എന്തായിരുന്നു, സ്ലിപ്പിംഗ് ഡിഷ് ഹോ ഗയാ ഥാ. ഡോക്ടർ പറഞ്ഞു, അഭി മഹീന ദിൻ ബിസ്തർ സേ ഉഠ്നെ കാ നഹീം, ആരാം കർനെ കാ. ഒരു മാസത്തേക്ക് ബിസ്തർ സേ ഉഠ്നെ കാ നഹീം, കട്ടിലിൽ നിന്ന് എഴുന്നേക്കാനേ പാടില്ല. ബിസ്തർ സേ ഉഠ്നാമത്, കട്ടിലിൽ നിന്ന് എഴുന്നേക്കരുത്. ആരാം കർനെ കാ, നന്നായി റെസ്റ്റ് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മേം സാബ് ദിൻ രാത് ഉൻകി സേവാ കർത്തി. ഇവിടുത്തെ മാഡം രാവും പകലും എന്നില്ലാതെ അദ്ദേഹത്തെ സേവിച്ചു, അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. और मेम साहब के जाते ही साहब फ़ोन पर. അപ്പോൾ
മാഡം ഫുൾ ടൈം നിന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മാഡം ഒന്ന് പുറത്തേക്ക് പോയാലോ, മാഡത്തിൻ്റെ കണ്ണു വെട്ടിച്ച് ഇദ്ദേഹം എന്ത് ചെയ്യും, ഫോൺ എടുത്ത് മറ്റേ സ്ത്രീയോട് സംസാരിക്കും. അതായത് ശുശ്രൂഷ ചെയ്യാനൊക്കെ ഭാര്യ വേണം, എന്നാൽ അല്ലാതെയുള്ള കാര്യങ്ങൾക്ക് മറ്റേ സ്ത്രീയാണ് ഫോണിൽ വിളിക്കുക. ഉൻകെ ഓഫീസേ കൈ ലോഗ് ഉൻകോ ദേഖ്നെ ആത്തെ. അപ്പോൾ സാറ് സുഖമില്ലാതെ കിടന്ന സമയത്ത് ഓഫീസിൽ നിന്ന് ഒരുപാട് പേര് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. കൈ ലോഗ് ഉൻകോ ദേഖ്നെ ആത്തെ, ഒരുപാട് പേര് അദ്ദേഹത്തെ കാണാൻ വന്നു. എക് ദിൻ വോ ഭി ആ ഗയി, അങ്ങനെ വന്നവരുടെ കൂട്ടത്തിൽ ഒരു ദിവസം ഈ സ്ത്രീയും വന്നു. ഓ ഭി ആ ഗയി, ഇവരും വന്നു. മേം സാബ് ഘർ പേ നഹീ ഥി, ഇവർ വന്ന ദിവസം ഇവിടെ മാഡം ഉണ്ടായിരുന്നില്ല. യേ ഏകദം ഛോട്ടാ സാ ഫ്രോക്ക് പഹൻകർ ആയി ഥി, അവർ ധരിച്ചിരുന്നത് ഒരു കുട്ടി ഫ്രോക്കായിരുന്നു. ഛോട്ടാ സാ ഫ്രോക്ക്, ഒരു ചെറിയ ഫ്രോക്ക് ധരിച്ചാണ് വന്നത്. ഫ്രോക്ക് ഉസ്കാ ഏകദം ടൈറ്റ്, ടൈറ്റ് ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു ഫ്രോക്ക് എന്നാണ് സക്കു പറയുന്നത്. അവർ ധരിച്ചിരുന്നത് ഏകദം ടൈറ്റ് ഫ്രോക്ക്, ഭയങ്കര ഇറുക്കിയ ഒരു വളരെ ടൈറ്റായിട്ടുള്ള ഒരു ഫ്രോക്കാണ് അവർ ധരിച്ചിരുന്നത്. ടൈറ്റ് യാനി ഇത്നാ ടൈറ്റ്. അപ്പോൾ അതിനെ സക്കു ഒന്നും കൂടി പെരുപ്പിച്ച് പറയാണ്, എത്രയാണ് അത് എത്ര ടൈറ്റായിരുന്നു എന്നറിയാമോ? കി ദൂർ സേ ബ്ലേഡ് ദിഖാവത്തോ ടെറാക്ക്, ദൂരെ കൂടെ ഒരു ബ്ലേഡ് കാണിച്ചാൽ മതി, ആ ഫ്രോക്ക് തൊട്ടാൽ മതി കീറിപ്പോകാനെന്ന് പറയില്ലേ, അതാണ്. അതിൻ്റെ ദൂരെ കൂടി ഒരു ബ്ലേഡ് ദിഖാവത്തോ ടെറാക്ക്, ടെറാക്ക് എന്ന് പറയുന്നത് കീറിപ്പോകുന്ന ആ ശബ്ദത്തെയാണ്, ആവാസാണ്. ടെറന്ന് കീറുമല്ലോ, കീറുന്ന സൗണ്ടിനെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ദൂരെ ഒരു ബ്ലേഡ് ഇങ്ങോട്ട് കാണിച്ചാൽ മതി, അപ്പോഴേ അത് വലിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്, തൊട്ടാൽ മതി അത് കീറും. അങ്ങനത്തെ ഇറുകിയ ഒരു എന്താണ് ധരിച്ചിരുന്നത്, ഒരു ഫ്രോക്കാണ് അവർ ധരിച്ചിരുന്നത്. മേനെ ജേസേ ഹി ദർവാസ ഖോലാ സബ് കുച്ച് ഹിലാത്തി ഡുലാത്തി അന്തർ ആ ഗയി. അവർ വന്നപ്പോൾ ഞാൻ ഡോറ് തുറന്നതും അവർ സബ് കുച്ച് ഹിലാത്തി ഡുലാത്തി എന്ന് പറഞ്ഞാൽ ശരീരം ഇളക്കിക്കൊണ്ട് എന്നാണ്, ഹിലാന ഡുലാന, ശരീരമൊക്കെ ഇളക്കി മറിച്ചാണ് അവർ നടക്കുന്നത്. അപ്പോൾ മെനെ ദർവാസ ഖോലാത്തോ, ഞാൻ ഡോറ് തുറന്നതും അവരിങ്ങനെ ശരീരമൊക്കെ ഇളക്കി മറിച്ച് അന്തറാകി അകത്തേക്ക് വന്നു. അപ്പോൾ അവരുടെ നടപ്പിൻ്റെ പ്രത്യേകതയാണ് സക്കു പരിഹസിച്ച് പറയുന്നത്. അവർ മുझे देखकर बोली, എന്നിട്ട് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹായ് സക്കു ബായ് കേസി ഹോ. എന്നെ കണ്ട് എന്ത് ചോദിച്ചു? ഹലോ സക്കു ബായ്, സുഖമാണോ എന്ന് ചോദിച്ചു. ഇത്തിരി ഊഞ്ചി എടി കാ ജൂത്താ പഹൻ കെ, ഊഞ്ചി എടി എന്ന് പറഞ്ഞാൽ ഹൈ ഹീലുള്ള ജൂത്ത, ചെരുപ്പാണ് അവർ ധരിച്ചിരുന്നത്. ജെസേ പെഹലെ മാലേ പർ ചൽ രഹി ഹോ. അപ്പോൾ ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന കണ്ടാൽ അവർ പെഹലെ മാല എന്ന് പറയുന്നത് ഉത്തരത്തിൽ, അപ്പോൾ ഉത്തരത്തിലൂടെ നടക്കുകയാണോ എന്ന് തോന്നിപ്പോവും, അത്രയും ഹൈറ്റിലാണ്. അപ്പോൾ അതിനൊന്ന് എക്സാഗ്രേറ്റ് ചെയ്ത് പറയാണ്. അപ്പോൾ ഉത്തരത്തിലൂടെ നടക്കുകയാണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഹീലുള്ള ചെരുപ്പാണ് അവർ ധരിച്ചിരുന്നത്. वो हमारे गाँव में बच्चे लोग लकड़ी पर चलते हैं ना, ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട് ആൾക്കാർ, ബച്ചേ ലോഗ്, കുട്ടികൾ. അതിനെ എന്താ പറയുക, ലക്കടി പർ ചലന. അപ്പം നിങ്ങളും കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു, പൊയ്ക്കാല് വെച്ച് നടക്കുക എന്ന് പറയുന്നത്. സ്റ്റേജ് ഷോകളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, വലിയ ഒരു കമ്പിൽ ഇങ്ങനെ ചവിട്ടാനുള്ള ഒരു ഭാഗം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ, അതായത് ഏണിപ്പുറത്ത് നടക്കുന്ന പോലെ അവരിങ്ങനെ നടക്കും. എന്നിട്ടിങ്ങനെ കയ്യിലൊരു വടി ഉണ്ടാകും, അത് കുത്തി കുത്തി ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ. അപ്പോൾ അതാണ് പൊയ്ക്കാലിൽ നടക്കുക എന്ന് പറയുന്നത്, അതാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിലുമൊക്കെ കുട്ടികളിങ്ങനെ നടക്കാറുണ്ട്. ലക്കടി പർ ചലത്തെ. അപ്പോൾ വലിയ തടിയുടെ മുകളിൽ ചവിട്ടാനുള്ള ഒരു പടി ചെറുത് കെട്ടി വെച്ചിട്ട് ആ മുകളിൽ മറ്റൊരു വടിയുടെ സഹായത്തോടു കൂടി പിടിച്ച് ഇതിങ്ങനെ കാലിൽ കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചവിട്ടി ഇങ്ങനെ നടക്കുക, അതൊരു ഗെയിം പോലെയാണ്. അപ്പോൾ അതുപോലെ എനിക്ക് ഇവർ നടക്കുന്ന കാണുമ്പോൾ തോന്നും എന്നാണ് സക്കു പറയുന്നത്. പഞ്ചേ കെ ബൽ ഏഡിയ മുച്കാക്കർ ചൽക്കർ ദിഖാതി. അപ്പോൾ സക്കു പറയുക മാത്രമല്ല, എന്ത് പറഞ്ഞാലും അത് അഭിനയിച്ചു കൂടി കാട്ടുന്ന സ്വഭാവം സക്കുവിനുണ്ട്. അപ്പോൾ അത് പറഞ്ഞ ശേഷം സക്കു എന്താണ് ചെയ്യുന്നത്? പഞ്ചോं के बल ഏഡിയാം ഉച്കാക്കർ ചൽക്കർ ദിഖാതി ഹെ. അപ്പോൾ എങ്ങനെയാണോ ആ സ്ത്രീ ഹൈ ഹീലുള്ള ചെരുപ്പ് ഇട്ട് നടക്കുന്നത്, അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന് കാണിക്കുകയാണ്. കാലിങ്ങനെ ഉയർത്തിപ്പിടിച്ച് വിരൽത്തുമ്പ് കൊണ്ട് ഇങ്ങനെ നടന്ന് കാണിക്കുകയാണ് സക്കുബായ്. അതായത് എങ്ങനെയാണോ ആ സ്ത്രീ ഹൈ ഹീലുള്ള ചെരുപ്പിട്ട് നടന്നിരുന്നത്, അതിനെ അനുകരിക്കുന്നു സക്കു. അപ്പോൾ ഇന്ന് ഇത്രയും മതി, ബാക്കി അടുത്ത ദിവസം നോക്കാം.